ശ്രീ ജലീൽ പുനലൂർ, ഈ വന്ദേമാതരത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ആണെങ്കിലും ഇവിടുത്തെ ലെഫ്റ്റ് പാർട്ടികളാണെങ്കിലും പറയുന്നത് വന്ദേമാതരം എന്ന് പറയുന്നത് അത് മുസ്ലിം വിരുദ്ധമാണ്, അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ശ്രീ ജലീൽ പുനലൂർ, ഈ വന്ദേമാതരം ഈ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പാടിയിട്ടില്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ? 905 ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എങ്ങനെയാണ് ആളുകൾ വന്ദേമാതരം ഒരു മന്ത്രം പോലെ വിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഗ്നിയിലേക്ക് എടുത്തു ചാടിയത് എന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾക്കിത് എന്ന് മുതലാണ് ഇത് മുസ്ലിം വിരുദ്ധമൊക്കെ ആയി തുടങ്ങിയത്? അല്ല, മുസ്ലിം സമൂഹത്തിനത് എന്ന് മുതലാണ് മുസ്ലിം വിരുദ്ധമായത് എന്ന് ചോദിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനും സംഘപരിവാർ ശക്തികൾക്കും വന്ദേമാതരത്തോട് ഏത് കാലം മുതലാണ്, അല്ലെങ്കിൽ ദേശീയതയോട് ഏത് കാലം മുതലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിബദ്ധതയും ആവേശമുണ്ടായത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തം. ഞാനൊരു കാര്യം പറയുന്നു, വന്ദേമാതരം ഒരു മുസ്ലിം വിരുദ്ധമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ അതിനെതിരാണ് എന്നൊരഭിപ്രായം എനിക്കില്ല. അത് ആരെങ്കിലും പാടുന്നെങ്കിൽ പാടിക്കോട്ടെ. അതിലെ ആദ്യത്തെ 2 വരികൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും പാടുന്നതാണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതിൽ ആറാമത്തെ ഒരു വരിയിൽ ഒരു പോരായ്മയുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു സഹിഷ്ണുതയുടെയും സമവായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ഇത്രയും വലിയൊരു 120-140 മുൻപില്ലായിരുന്നല്ലോ. അത് ആരാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്? അല്ലാതെ പണ്ട് കാലം മുതലേ ഉള്ളൂ. വന്ദേമാതരം അല്ലെ അദ്ദേഹത്തിന്റെ സംശയം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഈ ഡിബേറ്റിന് അതിന് നേരം കാണും. അദ്ദേഹത്തിന്റെ സംശയം ജീവിതകാലത്ത് ഒരിക്കലും തീരില്ല. അതിന്റെ അർത്ഥം അല്ല, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തർക്കം ഉണ്ടാക്കുക. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. വന്ദേമാതരം മുഴുവൻ പാടുമോ യെസ് ഓർ നോ? അതേപോലെ ഈ പറയുന്ന സംഗതിയിൽ എന്താണ് മതേതര വിരുദ്ധത എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്കൾ വന്ദേമാതരം പാടാൻ തയ്യാറാണോ എന്നുള്ളതാണ് മുഴുവൻ. അല്ല, എനിക്കതിന് താല്പര്യമില്ല. ഞാൻ ആദ്യത്തെ 2 വരി പാടും. അദ്ദേഹം ഒരു വിവരക്കേട് വിടുന്നുകൊണ്ട് പറഞ്ഞു പാടില്ല. ഖുർആനിലെ ഫാത്തിഹ സൂറത്തിന്റെ അവസാനം വലിയ കുഴപ്പമാണ്, അതുകൊണ്ട് അതാരും അടിച്ചേൽപ്പിക്കരുതെന്ന് പറഞ്ഞത് തന്നെ. സെൽഫ് ഗോള അടിച്ചേക്കുന്നേ. ഫാത്തിഹ സൂറത്തിൽ അവസാന ഭാഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ ഗൗതം പാടണ്ട, അപ്പുറത്തിരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധി അന്യമത സഹോദരൻ പാടണ്ട. നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു ശക്തികൾ അത് അടിച്ചേൽപ്പിച്ചാൽ അതാണ് അസഹിഷ്ണുത. ആരിഫ് ഹുസൈൻ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. അതുപോലെ നമ്മൾ തമ്മിലുള്ള തർക്കമല്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ തടസ്സപ്പെടുത്തുന്നത് ഇതാണ് ഒരു ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ സമീപനം. അത് എനിക്ക് പറയാനുള്ളത് മുഴുവനും പറയുക, മറ്റൊരാൾ മറുപടി പറയുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കുക. അതാണ് ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നിങ്ങൾക്കതില്ല. ആരിഫ് ഹുസൈനോട് ഒരു കാര്യം പറയാം. ആരിഫ് ഹുസൈൻ എത്ര കിടന്ന് ഈ വാദപ്രതിവാദം നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല. അവിടുത്തെ ആളുകൾക്കൊക്കെ നിങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഈ കേരളത്തെ ഇന്ത്യയും പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്നിട്ട് നിങ്ങളിവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ സൈന്യത്തിൽ ചേരുന്നത് എന്ത് വിവരക്കേടാ പറയുന്നത്? മൗലാന മുഹമ്മദ് അലി അറിയോ? മൗലാന ഷൗക്കത്ത് അലി അറിയോ? അവരുടെ മാതാവ് ബീഗം ആബിദയെ അറിയോ? ജയിലിൽ കിടന്നപ്പോൾ ഈ നെഹ്റു പോയി സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ജയിൽ മോചനത്തിന് വേണ്ടി ഇടപെടാമെന്ന് പറഞ്ഞു. ബീഗം ആബിദ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിലെ മഹദി പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ 2 മക്കളെയും ഞാൻ പിറന്നു വീണ നാടിന് വേണ്ടി നേർച്ചക്കോഴികളാക്കിയിരിക്കുന്നു. ആരിഫ് ഹുസൈനും ബീഗം ആബിദയും തമ്മിലുള്ള അകലം എന്ന് പറയുന്ന ആകാശവും ഭൂമിയും പോലെയാ. അറിയുമോ? ഇന്ന് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞതിന് എന്തെങ്കിലും പറയുമ്പോൾ താങ്കൾ ഇടപെടണം, അല്ലെങ്കിൽ തോന്നിയാസം ഇരുന്നുകൊണ്ട് പറയരുത്. വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഇന്ന് ആദരിക്കപ്പെടുന്ന പ്രധാനമന്ത്രി ലാൽ കിലയിൽ അഭിസംബോധന ചെയ്തു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരിഫ് ഹുസൈനെ 1 ലക്ഷത്തോളം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു നൂറ്റാണ്ട് പടപൊരുതിയവരുടെ പേരവിടെ ഉണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് 10-30,000 ആളുകളുടെ പേര്. അത് ജലീലും ആരിഫും മുഹമ്മദും ഒക്കെ അതിലുണ്ട് എന്ന് വിചാരിച്ചാൽ അവർ മാത്രമല്ല, എല്ലാ വിഭാഗക്കാരും ഇടപെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ ഇടപെട്ടിട്ടുണ്ട്. ജാലിയൻവാല ബാഗിൽ പിടഞ്ഞു വീണ് മരിച്ചതേ ആരിഫ് ഹുസൈന്റെ യുക്തിവാദി സംഘീയ യുക്തിവാദികളല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഭഗത് സിംഗ് ഉണ്ടല്ലോ, യുവത്വത്തിന്റെ നെറുകയിലാണ് പിടഞ്ഞു വീഴുന്നത്. ഒരു മാപ്പെഴുതി കൊടുത്താലോ ഇവിടെ 12 കൊല്ലത്തിനിടയ്ക്ക് 6 പ്രാവശ്യം മാപ്പെഴുതി കൊടുത്ത ആശാന്മാരുടെ സമരത്തിന്റെ കാലത്തൊക്കെ മാപ്പെഴുതിയ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി 12 കൊല്ലത്തിനിടയ്ക്ക് 6 കമ്മ്യൂണിസ്റ്റുകാർ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണ്. പി സി ജോഷിയുടെ മാപ്പൊക്കെ എടുത്തിടണോ ഇവിടെ? എസ് എ ഡാങ്കയുടെ മാപ്പ് എടുത്തിടണോ നമ്മളിവിടെ? വെറുതെ എന്തിനാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് പോകുന്നത്? അപ്പോൾ മാപ്പ് എഴുതിയ കഥ പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. താങ്കൾ ഇത് പറയൂ, ഈ വന്ദേമാതരം ഒരു കാലത്ത് ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചൊല്ലി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി ആ വന്ദേമാതരം നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് പ്രശ്നം? അതാണ് ചോദ്യം. ഇപ്പോഴും ഞങ്ങൾക്ക് അതിനോട് ഒരു വിരോധമില്ല. പിന്നെ എന്താ ചെല്ലാത്ത? പാടിയത് 2 വരിയ,
ഇന്നും പാടാൻ തയ്യാറാണ്. അന്ന് പാടിയത് 2 വരിയല്ല. അദ്ദേഹം പറഞ്ഞതാണ് അതിന്റെ ശരി. ഫാത്തിഹ സൂറത്തിന്റെ അവസാനങ്ങളിൽ രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെ പാടിയത് മുഴുവൻ വന്ദേ മാതരമാണ്, അല്ലാതെ അവിടെ ഫാത്തിഹ സൂറത്തിന്റെ അവസാനം ഗൗതമനെ സംബന്ധിച്ച് നിഷിദ്ധമായ ഒരു കാര്യമുണ്ടെങ്കിൽ എനിക്കത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. 6ാമത്തെ വരിയിൽ ദുർഗാദേവിയുടെയും അല്ലെങ്കിൽ കൈകൂപ്പുന്നതിൻ്റെയും കഥകൾ പറഞ്ഞാൽ അതിനോടൊക്കെ നമുക്ക് ആദരവാണ്. പക്ഷെ ആരാധനയും വിശ്വാസവും പ്രേമവും ബഹുമാനവും വ്യത്യാസമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ രാജ്യത്ത് 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ച് രാഷ്ട്ര വിഭജനത്തിന്റെ കളമൊരുക്കുന്നതിന് മുൻപ് ഈ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ മുഴുവൻ പാടി 6 ഖണ്ഡികയും പാടിയതാണ്. ഇപ്പോഴെന്താണ് പ്രശ്നം? അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് അല്ലേ, മുസ്ലിം പൊളിറ്റിക്സ് അല്ലേ ഈ കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാക്കിയത്? അതിനു മുമ്പ് ഇത് പാടിയതല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ വന്ദേ മാതരം ചൊല്ലുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾക്കാരല്ലേ ഇതിന്റെ ഉത്തരവാദികൾ? നോക്കൂ, 1 നൂറ്റാണ്ട് നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദു പൊളിറ്റിക്സും കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സും മുസ്ലിം പൊളിറ്റിക്സും എല്ലാം മറന്ന് ഒന്നായാണ് പടപൊരുതിയതും വിജയം നേടിയതും. 947 കൂടി താങ്കൾ ഈ പറയുന്ന ആ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം അവസാനിച്ചു. 947 ഇന്ത്യയിൽ ഉദയം ചെയ്തത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ തമിഴ്നാട്ടിലുള്ള കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അംഗമായിരുന്നു. ആരിഫ് ഹുസൈൻ്റെ സംഘയുക്തിവാദി ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഇങ്ങോട്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിലും തോളോട് തോളുരുമി നിന്നവരാ. ദേശീയ പതാകയെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നല്ലോ. ഈ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതിൽ ഒരു ഹൈദരാബാദുകാരിയായ ഒരു മുസ്ലിം വനിതയുണ്ട്, അറിയുമോ? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, സാരേ ജഹാം സെ അച്ഛാ സൗദി അറേബ്യ ഹമാര എന്നല്ല പറഞ്ഞേ. ആരിഫ് ഹുസൈനെ വിശ്വകവി അറിയുമോ? ആയിരങ്ങൾ പൂക്കോട്ടു യുദ്ധത്തിലടക്കം ജാലിയൻവാലാ ബാഗിലടക്കം കുത്തിനിറച്ചി ആളുകളെ കൊന്നു തള്ളിയ വാഗൺ ട്രാജഡി അടക്കം പിടഞ്ഞു വീണ ആയിരക്കണക്കിന് രക്തസാക്ഷികളുണ്ട്. അവരെയൊന്നും അപമാനിക്കരുത്. അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് എത്താം.